കോഴിക്കോട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്നത് ഫുഡാണ് അല്ലെ. ഫുഡ് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് കോഴിക്കോട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. കോഴിക്കോട് വന്നാൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഫുഡ് സ്പോട്ടാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, ആദാമിന്റെ ചായക്കട. ചായക്കട എന്ന് പേരുണ്ടെങ്കിലും ഇതൊരു റെസ്റ്റോറന്റ് ആണ് കേട്ടോ. അപ്പം ഇവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് നമുക്കിന്ന് നോക്കാം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരു മെസ്സേജ് എഴുതി വെച്ചിട്ടുണ്ട്, വന്നോളി ഇരുന്നോളി തിന്നോളി. പിന്നെ അവിടെ ചെയർ ഉണ്ടിരിക്കാനായിട്ട്, ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല കുറെ സ്പോട്ടുകൾ ഇവിടെ ഉണ്ട്. പിന്നെ കയറി ചെല്ലുമ്പോഴാണെങ്കിൽ നമുക്ക് നടുമുറ്റം പോലെ ഒരു സ്പേസ് ഉണ്ട്. അവിടെയാണ് ഇവരെ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. എനിക്ക് കയറി വന്നപ്പോൾ നല്ല ഫിഷിന്റെ മണം അടിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചു അകത്തുനിന്ന് എവിടെയെങ്കിലും ആണെന്ന്. പിന്നെ നോക്കിയപ്പോഴാണ് ഈ നടുമുറ്റം പോലുള്ള ഒരു സ്ഥലം കണ്ടത്. അതൊരു വെറൈറ്റി ഒരു അനുഭവമാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഒരു ഹോട്ടൽസിലും ഇങ്ങനെ ഈ ഒരു സ്പേസിൽ ഇങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്യുന്നതൊന്നും കണ്ടിട്ടില്ല. നമുക്ക് ഇവിടെ ഫിഷ് ആവശ്യമുണ്ടെങ്കിൽ അവിടെ ചെന്ന് ഓർഡർ കൊടുത്താൽ മതി, നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ കൊണ്ടുതരും. അങ്ങനെയാണ്. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. പിന്നെ അവിടെ ഫിഷിന്റെ പ്രൈസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ അറ്റ്മോസ്ഫിയർ ആണ്. ഓവറോൾ നല്ല ഒരു രസമുണ്ട്. ഫുള്ള് ചെയ്തേക്കുന്ന ഇന്റീരിയർ ചെയ്തേക്കുന്നത്, പിന്നെ കുറെ ഇമേജസ്, അതെല്ലാം അവർ വളരെ നന്നായിട്ട് ചെയ്തിട്ടുള്ള പോലെ എനിക്ക് തോന്നി. ഇതാണ് ഫിഷ് ഫ്രൈ ചെയ്യുന്ന സ്ഥലം. ഇവിടെ നമുക്ക് ഏത് ഫിഷ് വേണം എന്ന് പറഞ്ഞാൽ അവരതനുസരിച്ച് നമുക്ക് ചെയ്തു തരും. ഇത് വാഷിംഗ് ഏരിയ ആണ്. ഇവിടെയാണെങ്കിൽ ആ വോളിൽ ഒട്ടിച്ചേക്കുന്ന ടൈൽസിന്റെ ആ ഒരു കളറൊക്കെ നല്ലൊരു രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് നെയ്ച്ചോറും ബിരിയാണിയാണ്. നെയ്ച്ചോറിന്റെ കൂടെ ചിക്കൻ ഫ്രൈ ആണ് ഓർഡർ ചെയ്തത്. ആ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വേറൊരു കടയിൽ നിന്ന് കഴിച്ച ചിക്കൻ ഫ്രൈക്കും ആ ഒരു ടേസ്റ്റ് വന്നിട്ടില്ല. ചിക്കൻ പൊട്ടിത്തെറിച്ചതോ അങ്ങനെ എന്തോ പേരായിരുന്നു, അത് ഞാൻ മറന്നുപോയി എന്താണെന്ന്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബിരിയാണി ആണെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ബിരിയാണി ആയിരുന്നു. പിന്നെ ബിരിയാണിയുടെ കൂടെ ഒരു അച്ചാറുണ്ടായിരുന്നു. അത് പപ്പായ കൊണ്ടുള്ള ഒരു അച്ചാറായിരുന്നു. അത് കൊള്ളായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് പപ്പായ അച്ചാറ് കഴിക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ കോഴിക്കോട് വരുന്നോട് മസ്റ്റ് ആയിട്ടും ഇത് ട്രൈ ചെയ്യണം. ഇത് ബീച്ചിനടുത്താണ് ഈ റെസ്റ്റോറന്റ്.